Guys, let's go to a housewarming. Come on, guys. ബാക്ക്ഗ്രൗണ്ടിൽ പള്ളിമണി അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? യെസ് ഗൈസ്, ഇറ്റ്സ് 7 o'clock at the night. അതിരായിക്ക് ഗിഫ്റ്റും പിടിച്ചോണ്ട് നമ്മൾ പോവാ. ഗിഫ്റ്റ് എന്താന്ന് നിങ്ങൾക്ക് ഊഹിച്ച് പറയാമെങ്കിൽ കമന്റ് ബിലോ. കൂട്ടത്തിൽ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കാലം കുടയും ഉണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാ, വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ. പോകുന്ന വഴി നമുക്ക് ലിസമ്മ ആന്റിയെ കൂട്ടുകിട്ടി. പിന്നെ നമ്മുടെ നാട്ടുകാരോട് കുറച്ച് കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് യാത്ര തുടർന്നു. ലിസമ്മ ആന്റി വീഡിയോ എടുക്കാൻ റെഡിയാണ്, നോ ഇഷ്യൂസ്. അങ്ങനെ നമ്മൾ വീടെത്തി. അവിടെ 2 വഴിയുണ്ട്, അതിനകത്ത് രണ്ടാമത്തെ വഴി കൂടെ നമ്മൾ കയറിയത്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന വീടിന്റെ സൈഡ് വ്യൂ ആ. എന്നാൽ നല്ല അടിപൊളി വീട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സിറ്റൗട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല, നേരെ ചെന്ന് കയറി ലിവിംഗ് റൂമിലോട്ട്. അവിടെ നല്ലൊരു TV ഷെൽഫ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സിന്ധു ആന്റി ഇരിക്കുന്ന വർത്താനം പറഞ്ഞു. പിന്നെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി നമ്മൾ നേരെ ഡൈനിങ് റൂമിലോട്ട് ചെന്നു. ഡൈനിങ് ടേബിളിന്റെ ടൈലിന്റെ ഡിസൈൻ ഏകദേശം ഒരുപോലെ ആയിരുന്നു. ഇതൊക്കെ ഈ വീട്ടിലെ ആളുകളാണ്. ഈ കുഞ്ഞു കൊച്ചാണ് ശരിക്കും ഈ വീടിന്റെ ഓണർ. അവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ടായിരുന്നു, അവിടെ തൂക്കിയിട്ടേക്കുന്ന ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈറ്റിന്റെ ഭംഗി കുറച്ചുകൂടെ ആസ്വാദകരമാക്കാൻ ഞാൻ ബ്രൈറ്റ്നസ് കുറച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിരുന്നപ്പോ ആ ചെറുത് എന്റെ അടുത്ത് വന്നിട്ട് അവന്റെ പുതിയ ഇടിവള എന്നെ കാണിച്ചു. അടിപൊളിയല്ലേ? ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇവിടുന്ന് നേരെ നോക്കിയാൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് കാണാം. അതിലോട്ട് നമുക്ക് പിന്നെ വരാം. തിരിച്ച് നമ്മൾ പോയപ്പോൾ ഭയങ്കര ആളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ഓരോ മുറികൾ കയറി കണ്ടു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ മുറി പോയപ്പോൾ ഇഷ്ടംപോലെ ഗിഫ്റ്റ് ഇരിക്കുന്നത് കണ്ടു. ഇതിനകത്ത് നമ്മുടെ ഗിഫ്റ്റും ഉണ്ട്. സ്പോട്ട് ചെയ്യും നിങ്ങള്. അണ്ണിന് കാഴ്ച ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ണാടി കണ്ടുപിടിച്ച്. അറിയാമല്ലോ എന്റെ കണ്ണാടിയുടെ വീക്ക്നെസ്സിനെ കുറിച്ച്. അവിടെ അടിപൊളി ലൈറ്റ് മാറുന്ന കണ്ണാടി ഉണ്ടായിരുന്നു. നമുക്ക് ഒരെണ്ണം വേണം അല്ലേ? കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഡൈനിങ് ടേബിൾ ആണേ. ഭയങ്കര സ്പേഷ്യസ്. പണ്ടേ നോക്കുമ്പോൾ കസേര ഉണ്ടെന്ന് പറയത്തില്ല, പക്ഷെ അടി കസേര ഉണ്ട്. അത് കൊള്ളാം അല്ലേ? അടുത്ത മുറി ചെന്നപ്പോ അമ്മ അവിടെ കൂലങ്കർഷമായ ചർച്ചയിലായിരുന്നു. അവസരം ചെല്ലുമ്പോൾ നമ്മൾ എല്ലായിടവും നോക്കണം. അതുകൊണ്ട് നമ്മൾ ബാത്റൂം വരെ തുറന്നു നോക്കി. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്നാണ് എന്റെ ഒരു നിഗമനം. അവര് കരയടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ശിഖക്കുട്ടിയെ കണ്ടു. ഇന്ന് പുള്ളിക്കാരത്തിയുടെ ഹാപ്പി ബർത്ത്ഡേ. ആ വലിയ കാര്യത്തിന് കൈ കൊടുക്കാൻ നോക്കിയതാ, പുള്ളിക്കാരത്തി കൈ എടുത്തിട്ട് അങ്ങ് ഓടിപ്പോയി. എങ്ങനെ ഇരിക്കുന്നു? ആ സങ്കടം തീർക്കാൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് പോയി. പിന്നെ നല്ല ഫ്രൈഡ് റൈസും നല്ല ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. കേറ്ററിംഗിന്റെ പേരൊന്നും അറിയത്തില്ല, എങ്കിലും നല്ലതായിരുന്നു. ചേട്ടാ, ഇപ്പൊ ഇത് കാണുമ്പോൾ ഒന്നുകൂടെ കഴിക്കാൻ തോന്നുന്നു. ഇതിന് സൈഡായിട്ട് നമുക്ക് അച്ചാറും പപ്പടവും ചള്ളാസവും ഒന്നും ഇല്ലെങ്കിൽ ഇറങ്ങൂല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ടിൻഡു ചേച്ചി എല്ലാം ഇട്ട് തന്നു. ആ മനസ്സ്. മറ്റേ അഡീഷണൽ ഒരു കറി ഇരിക്കുന്ന കണ്ടോ? അത് ഗോബി മഞ്ചൂരിയ, വെജിറ്റേറിയൻകാർക്കുള്ളതായിരുന്നു. പക്ഷെ ഞാൻ അത് എടുത്തു. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഏത് ശ്രദ്ധിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന അമ്മേനെ ഞാൻ ക്യാമറ കോൺഷ്യസ് ആക്കി. ചിരി വിതറുന്ന കണ്ടോ? പ്ലേറ്റ് നല്ല പ്ലേറ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഒരു ഐസ്ക്രീം കഴിക്കണമല്ലോ. ഞാൻ കഴിക്കാറില്ലാത്തതായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം ഞാൻ കഴിച്ചു. എന്റെ കൺട്രോൾ വിട്ടുപോയി ഗായ്സ്. ഇന്ന് തൊണ്ടയ്ക്ക് വേനയും ചുമ ഉറപ്പാ. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോ സുഗതൻ ചേട്ടൻ വന്നിട്ട് കള്ളം വന്ന കഥ പറയാൻ തുടങ്ങി. ഈ പരിപാടിയുടെ തലേദിവസം കണ്ട് കള്ളം വന്നെന്ന്. അത് നമ്മുടെ നാട്ടിൽ. ഇതെല്ലാം കേട്ട് പേടിച്ചരണ്ട് ഞങ്ങൾ ഇരുന്നു. അമ്മയ്ക്ക് ഐസ്ക്രീം വേണ്ടായിരുന്നു, അതുകൊണ്ട് അതും ഞാൻ കഴിച്ചു. നാളെ ഞാൻ കിടപ്പ. പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകി ഒന്നുകൂടെ വീടെല്ലാം വീക്ഷിച്ചിട്ട് തിരിച്ചു പോകുന്നു. തൂക്കിയിട്ടേക്കുന്ന ലൈറ്റും കൊള്ളാം. മൊത്തത്തിൽ അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ശോഭന ചേച്ചിക്കൊക്കെ ഒരു ബൈ പറഞ്ഞിറങ്ങി. തിരിച്ചു വന്നപ്പോൾ നമ്മൾ കുട എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ സിന്ധു ആന്റി കൊണ്ട് തരുമായിരുന്നു. ഇനി ചേച്ചി പോയി വന്നപ്പോൾ കൊണ്ടുവന്ന ചോക്ലേറ്റ് നമുക്ക് കിട്ടി ഗൈസ്. കൂടുതൽ എന്ത് വേണം? അപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.